ശ്രീജിത്ത് സാറ എന്ന് പറയുന്ന ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധമുള്ള ഒരാൾ എഴുതിയതെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരുന്നു. ഈ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. കാരണം ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ റോയി ചതിച്ചോ എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരം ഇതിന്റെ അകത്തുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് 2005 ഒരു രാത്രിയിൽ ഞങ്ങളുടെ ക്ലബ് ഹൗസിലെ ഗസ്റ്റ് റൂമിൽ അയാളെ പോലീസ് റെയ്ഡിൽ പിടിച്ചു. അയാൾ ആരാണെന്ന് പറയുന്നില്ല. സുഹൃത്തായിരുന്ന പോലീസ് കമ്മീഷണറിൽ നിന്ന് ചില അപ്രിയ സത്യങ്ങൾ നമ്പൂതിരി മനസ്സിലാക്കുന്നു. റോയിയെ പിരിച്ചുവിടുകയും ചെയ്യുന്നു. അപ്പോഴാണ് ആ വർഷങ്ങളിൽ ക്രിസ്റ്റൽ വാങ്ങിയിരുന്ന ആസ്തികളെല്ലാം റോയിയുടെ പേരിലാണ് എന്നറിയുന്നത്. കൂടാതെ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം എല്ലാ റിസോർട്ടുകളുടെയും കൊമേഴ്സ്യൽ കെട്ടിടങ്ങളും പണവും റോയി പിരിഞ്ഞു പോകുന്നതിന് ആവശ്യപ്പെട്ടു. നമ്പൂതിരി അത് കൊടുക്കുകയും ചെയ്തു. ഇത് നമ്മൾ പറയുന്നതല്ല, ഈ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ്. ഈ 2005 ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി പിരിഞ്ഞത് എന്നും റോയി ഒരു അഭിമുഖത്തിൽ, ഈ അവസാന സമയത്ത് ഇറങ്ങിയ അഭിമുഖത്തിൽ കൃത്യമായി പറയുന്നുമുണ്ട്. അതേ ഡേറ്റും ഇതും കൃത്യമാണ്. യഥാർത്ഥത്തിൽ ചില ദുരൂഹതകൾ, അത് കുറെ പേർക്കറിയാം, കുറെ പേർക്ക് അറിയില്ല. ചില ദുരൂഹതകൾ ഇതിന്റെ പിന്നിലുണ്ട്. ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ യഥാർത്ഥത്തിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ റോയി ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ അറിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളാൽ റോയി ചതിച്ചിട്ടുണ്ടോ? ഈ നമ്പൂതിരിയാണ് റോയിക്ക് ശരിക്കും പറഞ്ഞാൽ ജോലി നൽകിയത്. റോയിയുടെ ഒരു ഗോഡ് ഫാദർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യമായിട്ട് ജോലി നൽകുന്നു. ജോലി നൽകുമ്പോൾ ജോലിയിൽ വിശ്വസ്തനാണ്, കൂറ് പുലർത്തുന്നു. അല്ല, ഒരു കാര്യം മുമ്പ് ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ചോദിച്ചോട്ടെ. ഈ റോയിയും നമ്പൂതിരിയും തമ്മിൽ നേരത്തെ മറ്റൊരു കമ്പനിയിലായിരുന്നു അല്ലെ? നേരത്തെ അങ്ങനെയായിരുന്നു, അവിടെ നിന്നുള്ള പരിചയം. പിന്നെ നമ്പൂതിരിയാണെന്ന് തോന്നുന്നു ആദ്യം വിദേശത്തൊക്കെ പോയിട്ട് പണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വന്ന് നാട്ടിലൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ റോയിയെ ജോലിക്ക് എടുക്കുന്നു. റോയി വളരെ വിശ്വസ്തനാണ്. മാത്രമല്ല ഓരോ ദിവസവും തൻ്റെ ജോലികൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ മാനേജരെയൊക്കെ കാണുന്ന ഒരു പതിവുണ്ടാകാം. അങ്ങനെ ചെല്ലുമ്പോൾ ഈ നമ്പൂതിരിയുടെ കാലിൽ തൊട്ട് തൊഴുന്നു. അങ്ങനെ ആ ഒരു റെസ്പെക്ട്, അതൊരു വലിയൊരു റെസ്പെക്റ്റാണ് നമ്മളൊരു മുതലാളിക്ക് കൊടുക്കുന്നത്. ആ റെസ്പെക്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്പൂതിരിയുടെ ഭാര്യയും ഇയാളോട് കൂടുതൽ അനുഭവമൊക്കെ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ അവരുടെ ഒരു വലിയ സ്നേഹനിധിയായിട്ട് മാറുന്നു. വർക്കിലൊക്കെ നല്ല മിടുക്കനാണ്. പിന്നീട് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ് പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ പുതിയ സ്ഥലം വാങ്ങാനായിട്ട്, പുതിയ മേഖലകൾ നിരീക്ഷിക്കാനായിട്ട് നോക്കാനൊക്കെ പോകും. അപ്പോൾ അതിലൊക്കെ പോകാൻ ഒരു പക്ഷേ ഈ നമ്പൂതിരിയുടെ തിരക്കുകൊണ്ട് പറ്റിയതുമല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും റോയിയെ വിടുന്നു. പിന്നീട് റോയിയെ പ്രൊജക്ട് മാനേജർ ആക്കുന്നു. അങ്ങനെ ഓരോരോ തസ്തികയിലേക്ക് മാറ്റുന്നു. മാത്രമല്ല അപ്പോഴൊക്കെ തന്നെ ഈ നമ്പൂതിരിയുടെ ഭാര്യയുടെ ഒരു സഹായമുണ്ട്. കാരണം ഇയാളുടെ സ്വഭാവം നല്ലതാണ്, ഇയാളുടെ പെരുമാറ്റം നല്ലതാണ്, നല്ല രീതിയിലുള്ള ഇടപെടലാണ്. സ്ഥാപനത്തിന് അതിനനുസരിച്ചുള്ള വളർച്ചയും ഉണ്ടാകുന്നു. അപ്പോഴാണ് ഈ പറയുന്ന റെയ്ഡിൻ്റെ കാര്യമൊക്കെ വരുന്നത്. അപ്പോൾ ഈ റെയ്ഡിൻ്റെ കാര്യം വരുമ്പോൾ ഇതിനകത്ത് ചില അപ്രിയ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്പൂതിരിക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു റെയ്ഡ് ഉണ്ടാകുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്പൂതിരിയോട് ഇക്കാര്യം പറയുന്നത്. എന്തായാലും ആ കാര്യങ്ങൾ അത്ര സുഖകരമല്ലാത്തതുകൊണ്ടായിരിക്കാം റോയിയെ ആ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടുന്നു. അപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരനായിട്ടാണ് റോയിയെ നിയമിച്ചതെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ റോയിയെ ഈ നമ്പൂതിരി പാർട്ണറാക്കി എന്ന് പറഞ്ഞാൽ പണമൊന്നും മേടിച്ചിട്ടല്ല, അല്ലാതെ തന്നെ ഇയാൾ ഒരു പാർട്ണറാക്കി. കാരണം ഇയാളുടെ മികവ് കണ്ട്, മിടുക്ക് കണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ പലയിടങ്ങളിലും ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി, കണ്ണായ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയിരുന്നു. ഈ സമയത്താണ് ഇയാളെ പിരിച്ചുവിടുന്നത്. പിരിച്ചുവിട്ടപ്പോൾ എനിക്ക് പാർട്ണർ എന്ന നിലയിൽ പാർട്ണർഷിപ്പിന്റെ അവകാശം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂതിരി പറയുന്നത് എന്തായാലും ഈ പ്രൊജക്റ്റ് ഒന്നും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരില്ല, കാരണം അത് പൈസ കൊടുക്കാത്ത പാർട്ണറായ ഒരാൾക്ക് ചിലപ്പോൾ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി. അപ്പൊ എഗ്രിമെന്റ് വേറെ പിരിയുമ്പോൾ അതൊക്കെ കൊടുക്കേണ്ടി വരും. കാരണം പൈസ കൊടുത്തോ ഇല്ലെന്നൊന്നും എഗ്രിമെന്റിൽ ഉണ്ടാവണമല്ലോ. എന്റെ പുതിയ പാർട്ണറായിട്ട് ഇന്നയാൾ വന്നു എന്നൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ വന്നപ്പോൾ റോയി ചില ഡിമാൻഡ് വെച്ചു. ഇവിടുത്തെ ഇന്ന കെട്ടിടങ്ങൾ വേണം, ഓഫീസ് വേണം, ബിൽഡിംഗ് വേണം, അങ്ങനെ കുറേ ഡിമാൻഡുകൾ വെച്ചപ്പോൾ ആ ഡിമാൻഡും കുറച്ച് പണവും നൽകാനായിട്ട് നമ്പൂതിരി തയ്യാറായി. അവിടെ മുതലാണ് പിന്നീട് റോയിയുടെ വളർച്ചയെന്ന് പറയുന്നത്. പക്ഷേ ഇതോടുകൂടി റോയിക്ക് ഇവരോട് വലിയ വൈരാഗ്യമായെന്നും പിന്നീട് ഇവരെ കേസുകളിൽ കുടുക്കി ജയിലിൽ വരെ അയക്കുന്ന സ്ഥിതിയിലേക്ക് പോയി എന്നും പറയപ്പെടുന്നു. ഇതൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലരുടെയും വിവരങ്ങൾ വരുന്നതാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ റോയിയുടെ കുടുംബാംഗങ്ങൾ അത് വ്യക്തമാക്കണം. അതല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ നമ്പൂതിരിയുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ വ്യക്തമാക്കാവുന്ന കാര്യമുള്ളൂ. എന്തായാലും ഇത്തരത്തിൽ ചില ദുരൂഹതകൾ ഇവിടെ നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണനായിട്ടുള്ള ഈ നമ്പൂതിരിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്പൂതിരിയെ ചതിച്ചുകൊണ്ട് ആ റോയിക്ക് ഒരു തിരിച്ചടി കിട്ടി എന്ന രീതിയിൽ വരെ കഥകൾ പ്രചരിക്കുന്നുണ്ട്. അത് സത്യമാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ റോയി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാനുള്ള ബാധ്യതയും റോയിക്കുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? വലിയ തോതിൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് ഈ റോയിയുടെ ഗ്രൂപ്പിന് സാധിച്ചു. അപ്പോൾ ഇപ്പുറത്ത് നിന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പിന് അതിനനുസരിച്ച് ഇടിവുണ്ടായി. ഒന്ന്
തളരുമ്പോഴാണ് മറ്റൊന്നിന് വളർച്ചയുണ്ടാകുന്നത്. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ആ രീതിയിൽ റോയിയും റോയിയുടെ ഗ്രൂപ്പും വളർച്ചയുടെ പടവുകൾ ചവിട്ടി കയറുന്നുണ്ട്. ചവിട്ടി കയറിയപ്പോൾ റോയി എപ്പോഴോ പറഞ്ഞിരുന്നു, ആ നമ്പൂതിരിയുടെ സ്ഥാപനത്തെ ഞാൻ തകർക്കുമെന്ന്. അത് സത്യമാണോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും അത് സംഭവിച്ചു. ആ സ്ഥാപനത്തിന് തകർച്ചയുണ്ടായി. റോയിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായി. മാത്രമല്ല, റോയി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ പണം വൻതോതിൽ കൂടിയ വിലയ്ക്ക് വിൽക്കാൻ ഒരു സാഹചര്യമുണ്ട്. വസ്തു അതാണ് റിയൽ എസ്റ്റേറ്റിൽ ഇടപെട്ടോ ഇല്ലയോ എന്നുള്ളതിനകത്തുള്ള ഒരു സംശയം. എന്തായാലും ആ രീതിയിൽ റോയി വലിയ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറി, ഒരു മൾട്ടി മില്യണൊക്കെ ആയി മാറി. ഇതിന് ശേഷം റോയി ബിസിനസ് സാമ്രാജ്യം വളർത്താനായിട്ട് ഒരുപാട് പേരുമായിട്ട് ബന്ധം വന്നു. പലരിൽ നിന്ന് പണം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഷെയർ മേടിക്കുകയല്ല ചെയ്യുന്നത്, പണം ചോദിച്ചു വാങ്ങുക ചെയ്യുന്നത്. പണം നിക്ഷേപിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളെ കൂടെ കൂട്ടൂ എന്ന് റോയി പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. അങ്ങനെ പണം സ്വീകരിച്ചപ്പോൾ ആ കൊടുത്ത പണം ചില രാഷ്ട്രീയക്കാരായി, ചില സിനിമാക്കാരായി, ചില അധോലോക ബന്ധമുള്ളവരായി എന്നും പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ആ പണം UAE നിക്ഷേപിച്ചപ്പോൾ ആ പണത്തിന്റെ സ്രോതസ് ആവശ്യപ്പെട്ട് UAE ഇയാളോട് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. കാരണം പണ്ട് കാലത്ത് ഇങ്ങനെ UAE പണം നിക്ഷേപിച്ചാൽ ഇതിന്റെ സ്രോതസ് ഒന്നും ചോദിക്കില്ല, വലിയ നിക്ഷേപമല്ലേ. പക്ഷേ 2015-ലും 2018-ലും ഒക്കെ ഇടയ്ക്ക് ഒരു ഉഭയകക്ഷി കരാർ ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ത്യയും UAE തമ്മിൽ അത്തരം കരാറുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിക്ഷേപിച്ച ഈ പണം എവിടെ നിന്നാണെന്ന് ഇന്ത്യയിലെ ഇൻകം ടാക്സിനോട് ഇവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ അന്വേഷിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് അവർക്ക് കൊടുക്കണം. കൊടുത്തിട്ട് യഥാർത്ഥമല്ല ഈ റോയി പറഞ്ഞ കാര്യമെങ്കിൽ ആ പണം അവിടെ ഫ്രീസ് ചെയ്യപ്പെടും. അതായത് പിന്നെ തിരിച്ചു കിട്ടത്തില്ല. അങ്ങനെ പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ റോയിക്ക് നിക്ഷേപത്തിനായി കൊടുത്ത ആളുകളോടൊക്കെ സമാധാനം പറയേണ്ട ബാധ്യതയും റോയിക്കുണ്ട്. അപ്പോൾ ഇവിടെ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ റോയി ചതിച്ചു എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് സ്ഥിരീകരണമായി. അങ്ങനെ ചതിക്കാൻ കഴിവുള്ള ഒരുപാട് പേരുമായിട്ട് റോയിക്ക് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. 10ഓളം സിനിമകൾ എടുത്തു. അത് മോഹൻലാലിനെ വെച്ച് 3ഓളം സിനിമകൾ എടുത്തു. ആ സിനിമകളെല്ലാം പൊട്ടി പാളീസായി എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ടും റോയിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ റോയി പാപ്പരായി മാറിക്കൊണ്ടേയിരിക്കുന്നു, 2 റോയിക്ക് നേരെയുള്ള അന്വേഷണം കൃത്യമായ ദിശയിലൂടെ നീങ്ങുമെന്നും അതിന്റെ ഫലമായിട്ട് ഒരുപക്ഷെ UAE ജയിലറകളിലേക്ക് തന്നെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും റോയി തിരിച്ചറിയുന്നു. അങ്ങനെ പതുക്കെ ഡിപ്രഷനിലേക്ക് റോയി പോകുന്നുവെന്നും പിന്നീട് മരുന്ന് കഴിക്കുന്നുവെന്നൊക്കെയാണ് അറിയുന്നത്. എന്തായാലും റോയി ഒരു ബെൽജിയം നിർമ്മിതമായ റൈഫിളുമായിട്ടാണ് എപ്പോഴും നടക്കുന്നത്, പോക്കറ്റിലൊക്കെ വെക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ ഉടുപ്പിനകത്തല്ല ഈ ഗൺ വെക്കുന്നത്. എപ്പോഴും ഉടുപ്പിന് മുകളിൽ ഒരു കോട്ട് എടുത്തായിരിക്കും. ഈ കോട്ടിനുള്ളിൽ ഒരുപാട് അറകളുണ്ട്. അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ തോക്ക് വെക്കാൻ പറ്റും. മറ്റൊന്ന് സിനിമയിലൊക്കെ കാണുമല്ലോ, തോക്കിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ എടുക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ഗണ്ണുമായിട്ട് നടന്നു. എന്തിനാണ് എപ്പോഴും ഒരു തോക്കുമായിട്ട് നടക്കുന്നത്? എപ്പോൾ വേണമെങ്കിലും തൻ്റെ പിടി നഷ്ടപ്പെടാമെന്നും അന്ന് ജീവൻ അവസാനിപ്പിക്കണമെന്നും ഒരു പക്ഷേ റോയി മുൻകൂട്ടി തീരുമാനിച്ചിരിക്കാം. അതുകൊണ്ടാണ് മരണശേഷം കണ്ടെടുത്ത ഡയറി കുറിപ്പുകളിൽ നിന്ന് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അടുത്ത അവകാശി ആരായിരിക്കണമെന്ന്, അതുപോലെ തന്നെ ഭാര്യയ്ക്ക് എല്ലാ വിവരങ്ങളും അറിയാമെന്ന്, ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി റോയി എഴുതി വെച്ചത് എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 2 വ്യക്തമായിട്ടുള്ള സംശയങ്ങൾ നമ്മൾ ഈ നറേറ്റീവിൽ കാണുന്നു. നറേറ്റീവ് അല്ല, നറേഷൻ. അതായത് ഈ റോയിക്ക് നല്ല മിടുക്കനായ ഒരു ടെക്നോക്രാറ്റ് ആണെന്നും HPL നേരത്തെ ജോലി ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ HPL സഹപ്രവർത്തകരായിരുന്നു ഈ നമ്പൂതിരിയും റോയിയും. ഓക്കെ, അത് സമ്മതിക്കുന്നു. പക്ഷേ ഇവിടെ ഞാൻ ആ സ്ത്രീയുടെ ഫോട്ടോ, പേര് ഞാൻ പറയുന്നില്ല, പേരറിയാം എങ്കിലും അത് പറയുന്നില്ല മാന്യതയ്ക്ക് വേണ്ടി. ഫോട്ടോ ഞാൻ കണ്ടു. ഈ ഫോട്ടോയിൽ കണ്ട നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മിൺ സ്ത്രീയുടെ വേഷവും വേഷപ്പകർച്ചയും ബോഡി ലാംഗ്വേജ് അവർക്കുള്ളത്. അങ്ങനൊരു സ്ത്രീ സ്വമേധയാ റോയിയുമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെടാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കൽ നമുക്ക് നമ്മുടെ ഈ വൈഡ് എക്സ്പീരിയൻസ് കൊണ്ട് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ എടുക്കാനുള്ള സാധ്യതയുള്ള സ്ത്രീയല്ല. സ്വാധ്യതായിട്ട് ബ്രാഹ്മണർ പൊതുവെ ഓർത്തഡോക്സ് ആയിരിക്കും. ഈ ഇസ്ലാമിനെ പോലെ തന്നെ പർദ്ദയിട്ട് നടക്കുന്ന ഇസ്ലാമിനെ പോലെ ആ കാര്യത്തിൽ വളരെയധികം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരാളാണ്. അത് ഒന്നാമത്തെ കാര്യം, ഭർത്താവിനെ ദൈവമായിട്ട് കാണുന്നതാണ്. ചതിക്കാൻ സാധ്യതയില്ല സാധാരണഗതി. പിന്നെ പണമൊക്കെ വന്നു കഴിയുമ്പോൾ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാം. അങ്ങനെയാണെങ്കിലും ഇവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത്, പ്രലോഭനം നടത്തിയിരിക്കുന്നത് റോയി തന്നെയായിരിക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ക്ലബിൽ കണ്ടു എന്നാണ് പറയുന്നത്. സാധാരണഗതി ഈ ബ്രാഹ്മിൻസ് എന്നൊക്കെ പറയുന്ന പ്യുവർ വെജിറ്റേറിയൻസ്. ഈ ക്ലബ്ബ് എന്നൊക്കെ പറയുന്നാൽ അവിടെ മദ്യവും അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയനും എല്ലാം വിളമ്പുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോലീസ് വന്ന് റെയ്ഡ് നടത്തിയെന്നാണ് പറയുന്നത്. സാധാരണഗതിയില്ല. അങ്ങനെ ഒരു റെയ്ഡ് നടന്നാൽ തന്നെ റോയി അദ്ദേഹത്തിൻ്റെ പണം കൊണ്ട് അതിനെ നേരിടാനുള്ള പോലീസ് അങ്ങ് പോവാണ് സാധാ പോലീസ് ചെയ്യാറുള്ളത്. അതും നമുക്ക് സമ്മതിക്കാം. നല്ല സത്യസന്ധരായ പോലീസ് അത് സമ്മതിക്കാം. പിന്നെ ഞാൻ കേട്ട ഒരു വെർഷനുമായിട്ട് ഇവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് റോയി ഇങ്ങനെ ചതിച്ചു. റോയി ഒരിക്കലും മറ്റേ ആ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടില്ല. ലിവിങ് ടുഗദർ ഒരു റിലേഷനാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനിടയ്ക്കോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഈ പറയുന്ന KE നമ്പൂതിരി എന്ന് പറയുന്ന ആൾ, അത് പറയാമല്ലോ പേര്, കുഴപ്പമില്ല, അദ്ദേഹം പിന്നെ ഈ ബന്ധം അങ്ങ് ഉപേക്ഷിച്ചു. അദ്ദേഹം ഒറ്റയാനായി തീരുകയും ചെയ്തു.
അപ്പോൾ റോയി ഈ സാമ്രാജ്യം അങ്ങോട്ട് തകർക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ തകർക്കാൻ അങ്ങോട്ട് തുടക്കാൻ വന്നപ്പോൾ അവിടെ റെയ്ഡ് വന്നു. വൻതോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു. അതെല്ലാം ആളുകൾ തിരിച്ച് ചോദിക്കാൻ തുടങ്ങി. എങ്ങനെയാണ്? അദ്ദേഹം നല്ല PR വർക്ക് നടത്തിയാണ് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ഉയർത്തിയത്. അതേ PR വർക്ക് നടത്തി തന്നെ അദ്ദേഹം അതിനെ തകർത്തപ്പോൾ ആളുകൾ നിക്ഷേപം തിരിച്ചു വാങ്ങിക്കും. അവർക്ക് പേടിയായി. ഈ നിക്ഷേപകരെ എല്ലാം എങ്ങനെയാണ് ഈ റിയൽ എസ്റ്റേറ്റ് പടുത്തു കൊടുത്തതെന്ന് അറിയാം. 5 പൈസ അവർ കയ്യിൽ നിന്ന് മുടക്കാറില്ല. ഈ പണം മുഴുവൻ ആളുകളുടെ നിന്ന് വാങ്ങിക്കാൻ നമുക്ക് വീടുണ്ടാക്കി തരാമെന്ന് പറയും. ആദ്യത്തെ ഒരു വീടിന് മാത്രമേ ഉള്ളൂ തറയ്ക്ക് പ്ലോട്ട് വേണ്ടത്, മനസ്സിലായില്ലേ? പിന്നത്തെ എല്ലാം കെട്ടിപ്പറക്കുന്ന എവിടെ? ആകാശത്തിലോട്ടാണ്. അത് മുഴുവൻ ലാഭമാണ്. കെട്ടിപ്പറക്കി അതിനും എല്ലാം ഇതിലേ തുക തന്നെ വാങ്ങിച്ചുകൊണ്ട് വൻ കൊള്ളയാണ് അവർ നടത്തുന്നത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ കെട്ടിപ്പടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളോട് നിക്ഷേപം വാങ്ങിച്ചിരിക്കുകയാണ്. നിക്ഷേപങ്ങൾ തിരിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് പറ്റി? കെട്ടാൻ പറ്റാതെ വന്നു. തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. തിരിച്ചു കൊടുക്കാൻ തികയാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? അന്നത്തെ കാലത്ത് നമ്മളൊക്കെ ഒരുപാട് തോൽക്കും. മനോരമ പത്രത്തിലും ഒക്കെ വന്നവരാണ് ശാന്തി മഠം. നിങ്ങൾക്ക് ഗുരുവായൂരിൽ ഒരു വീടും 5 ഏക്കർ സ്ഥലം ബാംഗ്ലൂരിലും തമിഴ്നാടാണ് അല്ലേ? ശരി, ആ സ്ഥലത്തും കിട്ടും എന്ന് പറഞ്ഞ് പരസ്യം. ഞാനും അത് കണ്ട് ആകൃഷ്ടനായി പോയി കേട്ടോ. ഇന്ന് നിക്ഷേപിച്ചിരുന്നെങ്കിൽ ദൈവാദിനം പോലെ പൈസ ഇല്ലാത്തവർക്ക് സത്യം പറയത് അത് നല്ല മനോഹരമായ പരസ്യമാണ്, PR വർക്കുമായിരുന്നു. അങ്ങനെ വന്നു. അപ്പോൾ ഈ ശാന്തി മഠം വസ്തു വാങ്ങിച്ചു. എൻ്റെ 2000 ഏക്കറോളം വസ്തു, ടു ബി കൺഫേംഡ്, 2000 ഏക്കറോളം വസ്തു സബ്ജക്ട് ടു കറക്ഷൻ അവിടെ വാങ്ങിച്ചിട്ട് അത് മമ്മിയൂർ അമ്പലത്തിൻ്റെ, അറിയാമല്ലോ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് നടന്ന് അങ്ങോട്ട് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ വാങ്ങിച്ചിട്ടു ഓരോരുത്തർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ബുക്ക് ചെയ്തു, പണമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സ്ഥലം ഒരിക്കലും റിയൽ എസ്റ്റേറ്റിന് വിട്ടുകൊടുക്കാവുന്ന സ്ഥലമല്ല. അത് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധീനതയിലുള്ള സ്ഥലമാണ്. നമുക്കറിയാമല്ലോ, ഇപ്പം ഗ്രീൻ ബെൽറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വസ്തു വാങ്ങിച്ചാൽ വീട് വയ്ക്കാൻ പറ്റില്ല, മണ്ടത്തരം പറ്റാറുണ്ട് പലർക്കും. അതുപോലൊരു സ്ഥലമാണ്. അപ്പോൾ രക്ഷയില്ലാതെ വന്നു. ശാന്തിമഠം തകർന്നപ്പോൾ ഇവരോട് ചോദിച്ചു, ഇവരുടെ പാർട്ട്ണറായിട്ട് അതിനിടയ്ക്ക് ഇയാളെ നേരിടാൻ വേണ്ടി, ഈ റോയിയെ നേരിടാൻ വേണ്ടി ഇവർ രണ്ടും കൂടെ കൂട്ടായിരുന്നു. എനിക്കൊരു 10,000 കോടി രൂപ തരണം, എനിക്ക് നിൽക്കക്കള്ളിയില്ല. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, ഈ ക്രിസ്റ്റലിന് അവരുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അവർ കടക്കണിയിൽപ്പെട്ട് അവർ വലിയ ബാധ്യതയായിട്ടിരിക്കുക. അങ്ങനെ 2 പേരും, ഇപ്പോൾ 2 പേരും ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സത്യങ്ങൾ ചോദിച്ചറിയാവുന്നതേ ഉള്ളൂ. 2 പേരും ജീവിച്ചിരിക്കുന്നു. അങ്ങനെ തകർന്ന് തരിപ്പണമായി. ആ തകർന്ന് തരിപ്പണമായതിൻ്റെ മുകളിലാണ് റോയി തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തിയതെന്നാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ ആ സ്ത്രീ ഭാഗം അങ്ങ് വിടാം, അതെന്ത് സംഭവിച്ചാലും അവരുടെ സ്വകാര്യതയാണ്. അങ്ങനെ പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യം തകർന്ന് എങ്ങനെയാണെന്നറിയാമോ? അതിൻ്റെ വെർഷൻ അതാണ് നമുക്ക് എൻ്റെ കീ പോയിന്റ്. അതായത് ഇത് വെച്ച് തന്നെ വളരെ വ്യക്തമാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പണത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായ സോഴ്സ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റേതാണ്. ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ നിക്ഷേപകർ മുഴുവൻ പണം ചോദിച്ചിരിക്കുന്നത് KE നമ്പൂതിരിയോടാണെങ്കിലും ആ പണമെല്ലാം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഈ റോയിയാണ്. അപ്പോൾ ഇവിടെ EDയുടെ അല്ല IT റെയ്ഡ് വന്നപ്പോൾ, റെയ്ഡെന്നും പറയത്തില്ല, അതിന് സെർച്ച് എന്നേ പറഞ്ഞിട്ടുള്ളൂ, വന്നപ്പോൾ അവർക്ക് കാണേണ്ടിയിരുന്നത് ഈ രേഖയാണ്. ഈ രേഖ ഉൾപ്പെടെ അടച്ചു വെച്ചിരുന്ന മുറിയാണ് തുറക്കാൻ പറഞ്ഞത്. അത് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വളർച്ചയുടെ രഹസ്യങ്ങളും അടിവേരുകളും മുഴുവൻ അറക്കപ്പെടും. ആ ചതിയുടെ കഥ പുറത്തു വരും. KE നമ്പൂതിരിക്ക് ആ പണം തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ബോധം കൊണ്ടാണ് അദ്ദേഹം ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. തന്നെയല്ല, അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ വിഷാദ രോഗത്തിൻ്റെ ചികിത്സ ഉണ്ടായിരുന്നു. പണം ഉണ്ടായിട്ടും മാറ്റാൻ കഴിയുന്നൊന്നുമല്ല, മരുന്ന് കഴിച്ചിട്ടും മാറ്റാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അതും കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ്, ഒരു കോമ്പിയാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് ഞാൻ കേട്ട ഒരു പ്രശ്നം. ഇതെല്ലാം കഥകളാണ്. ഇത് നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, അല്ലെങ്കിൽ കുറേയൊക്കെ സത്യങ്ങൾ ഇതിനകത്ത് കാണും. നമ്മൾ രണ്ടുപേരും പറഞ്ഞ വേർഷനിൽ ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെ അനന്തരം സിനിമയിലെ പോലെ അല്ലേ, അത് 2 പേര് 2 തരത്തിലാണ് ഒരേ സംഭവത്തെ തന്നെ വിവരിക്കുന്നത്. അങ്ങനെ വരാം. എന്തായാലും ഇതിനകത്ത് ഇപ്പോഴും ദുരൂഹതകൾ ബാക്കിയുണ്ടെന്നുള്ള ആ സത്യം അവശേഷിക്കുന്നുണ്ട്. അതെ, എന്തായാലും 3 പേർക്ക് മാത്രം അറിയാവുന്ന, അല്ലെങ്കിൽ 3ഓ അതിൽ കൂടുതലോ പേർക്ക് അറിയാവുന്ന ചില ദുരൂഹതകൾ, സത്യങ്ങൾ, അത് പറയാൻ അവർക്ക് താല്പര്യമില്ലാത്തിടത്തോളം കാലം നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. പോയാലും അവർക്കത് പറയാൻ താല്പര്യമില്ലാത്തിടത്തോളം. പക്ഷേ റോയ് എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? റോയിക്ക് വിഷാദ രോഗം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ആ രോഗം 6 മാസമായി ഒപ്പമുണ്ട് എന്നാണ് പറയുന്നത്.
അത് മാത്രമാണ് റോയിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ റോയി ഭയപ്പെട്ടിരുന്ന മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയോ? ഇതാണോ റോയി ആത്മഹത്യയിലേക്ക്? അതെ, കമ്പനി തകർന്നിട്ടില്ല, ആരും ആശങ്കപ്പെടേണ്ട എന്നൊക്കെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അടക്കം രംഗത്തെത്തി പറയുന്നുണ്ട്. കമ്പനി തകരണമെന്നൊന്നും ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല. കാരണം നിക്ഷേപിച്ച ഒരുപാട് സാധാരണക്കാരായ ആളുകൾ അടക്കം അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് അതിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുടെ കുടുംബം മുന്നോട്ട് പോകുന്നത് ഈ പണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ജോലിയും വരുമാനവും ശമ്പളവും കൊണ്ടാണ്. അതുകൊണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷേ ഒരാളെയും ചതിച്ചുകൊണ്ടോ വഞ്ചിച്ചുകൊണ്ടോ എന്ത് നേടിയാലും അതിന് നിലനിൽപ്പില്ല എന്ന് കൂടി എല്ലാവരും മനസ്സിലാക്കുക. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.